കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിലൂടെ ആദ്യമായി രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് ട്രാൻസ്ജെൻഡർ ദമ്പതിമാരായ സഹദും സിയയും. നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിനു പകരം രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചത്. ഒത്തിരി സന്തോഷം. അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു വലിയൊരു യുദ്ധം ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം പൊരുതി നേടി എന്ന് പറയില്ലേ, ആ ഒരു പീക്ക് ലെവലിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. കുട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞു. ആൾക്ക് ഫെബ്രുവരി 8, 2023 ആള് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ജനിക്കുന്നത്. അന്നാണ് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ട അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ പേര് മദറിന്റെ സ്ഥാനത്തും സാദിന്റെ പേര് ഫാദറിന്റെ സ്ഥാനത്തുമായിരുന്നു. പക്ഷേ അന്നത്തെ സൂപ്രണ്ടാണ് പറഞ്ഞത് അങ്ങനെ അത് ഒരു പ്രശ്നമായിട്ട് വരും, ആളുകളുടെ സമൂഹത്തിലോട്ട് അത് വലിയ പ്രശ്നമായിട്ട് വരും. സോ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പം ഫാദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുക്കുക, അതുപോലെ മദറിന്റെ സ്ഥാനത്ത് സഹദിന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുക്കുക. സോ പിന്നീട് ഇവള് 18 വയസ്സിൽ കഴിയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റണമെന്ന് തോന്നുമ്പോഴോ നിങ്ങൾ ഹൈക്കോടതിയോ കോടതി നിയമപരമായിട്ട് പോയിട്ട് നിങ്ങളത് മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ആ സമയത്ത് അതിന് അപ്ലൈ ചെയ്തു. മാത്രമല്ല നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളത് ഞങ്ങളുടെ ഇഷ്ടമല്ലാത്തൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, അഡ്വക്കേറ്റ് പത്മലക്ഷ്മിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ആളുമായിട്ട് സംസാരിച്ചു. ആള് നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് തന്നെ അത് ഒരു വിധിയാക്കിയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി നമുക്ക് ഇതാക്കിയിട്ട് ഇപ്പൊ അതൊരു എന്താ പറയാ, ഇനി വരുന്ന ഒരു ട്രാൻസ് കപ്പിൾസിനായാൽ പോലും മെച്ചപ്പെട്ടൊരു കാര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റിയല്ലോ. ഒത്തിരി സന്തോഷം. മോളുടെ വീഡിയോസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവരും പറയും. ഒത്തിരി കമന്റുകളും ഒത്തിരി പേഴ്സണൽ മെസ്സേജുകളും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ഇല്ലേ പറ. നമ്മള് അത് പെൺകുട്ടിയാണ്, സെക്സ് ആളുടെ അത് ഫീമെയിൽ ആണ് എന്നുള്ളത് നമ്മൾ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ജെൻഡർ ഇനിയിപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ആളുടെ 18 വയസ്സാകുന്ന സമയത്ത് ആൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആവാം, അത് ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതുവരെ ഞങ്ങൾ പറയുന്നതാണ് അവളുടെ ജെൻഡറും സെക്സും ഒക്കെ ഞങ്ങൾ പറയുന്നതാണല്ലോ. സോ എന്തായാലും ഇപ്പൊ അവളൊരു പെൺകുട്ടിയായിട്ടാണ് ഞങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ.